ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഈ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ ഒരു പാറ്റേൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഇത് നേരെ ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1 വന്നിട്ട് പിന്നെ 2 പിന്നെ 3 ഈ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഇൻറ്റ് ഐയും ജെയും ഒക്കെ ഡിക്ലെയർ ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ നോക്കൂ. ഫസ്റ്റ് എന്താണ്, നമ്മൾ റോസിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, റോസിനെ ഐ ആയിട്ട് എടുക്കുന്നു. കോളംസ് എന്തായി എടുക്കുന്നു, കോളമിനെ ജെ ആയിട്ട് എടുക്കുന്നു. അപ്പം ആദ്യത്തെ എന്താ പറയുക, ഈ ഒരു റോസിൽ നമ്മൾ എന്താണ് ഇവിടെ ഐ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നു. ഫസ്റ്റ് ഐ ആദ്യത്തെ റോല്, ഫസ്റ്റ് റോല് എന്താണ്, എത്ര 1 2 3 4 5 കോളംസ് ഉണ്ട് ആദ്യത്തെ. അപ്പോൾ ഐ നമ്മൾ ഫസ്റ്റ് ഇവിടെ 0 ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഐ നമ്മൾ 0 ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഐ 0ൽ 5 കോളംസ് ഉണ്ട്. ഇനി I1 ഇൻക്രിമെൻ്റ് ചെയ്ത് ഈ ഒരു കോളത്തിലേക്ക് വരുമ്പം ഇവിടെ 4 സ്റ്റാറാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 4 കോളംസ് ഉണ്ട്. 1 2 3 4 കോളംസ്. 2L ഈ ഒരു കോളത്തിൽ എന്താണ് 3. I3യിൽ എത്ര കോളമുണ്ട്, 0 1 2 3. ഇവിടെ എന്താണ് 2 കോളംസ്. 4ൽ 1 സ്റ്റാർ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് 0 ഫസ്റ്റത്തെ റോയിൽ എത്രയാണ്, 5 കോളംസ്. പിന്നത്തെ കോളത്തിൽ 4, പിന്നെ 2, അടുത്തതിൽ 3, ഈ ഒരു കോളത്തിൽ 2, ലാസ്റ്റ് വരുന്ന കോളത്തിൽ 1. അപ്പോൾ നമ്മൾ 4 I = 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. I <= എത്രയാണ്, 1 2 3 4 5 കോളംസ് ഉണ്ട്. 5 കോളംസ് എടുത്തു. I++ എത്ര കോളാണെന്നുള്ളത് അവിടെ കൊടുത്തു. ഇനി അടുത്തത് ഒരു ലൂപ്പും കൂടെ, J = എന്താണ്, J ഫസ്റ്റ് 1. ഇവിടെ ഒരു ഇക്വേഷൻ കൊടുക്കണം. ആ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. J <= എന്താണ്, I 0 ആയിരിക്കുമ്പം എത്ര സ്റ്റാറാണ് പ്രിൻ്റ് ചെയ്യുന്നത്, 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. അതായത് 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷൻ എങ്ങനെ എഴുതും, നമ്മൾ 5 ഇവിടെ 5 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇവിടുത്തെ ഇക്വേഷൻ 5 - I എന്ന് എഴുതാം അല്ലേ. IJ++. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം, printf സ്റ്റാർ പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് പുറത്ത് വന്നിട്ട് printf / പ്രിൻ്റ് ചെയ്യാം. ഇനി ഈ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യാം. താഴത്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ I0 ആയിരിക്കും. I <= 5 ആണോ എന്ന് നോക്കും. അപ്പം 0 <= 5 ആണോ, ആണല്ലേ. അപ്പോൾ കണ്ടീഷൻ ശരിയാണ്. താഴേക്ക് വന്നിട്ട് J എന്തായിരിക്കും, 1 ആയിരിക്കും. J 1 ആകുമ്പം എന്താണ്, 1 <= 5 - I. 5 - I എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണ്. അപ്പോൾ എത്രയായി, 5 - I എന്ന് വെച്ചാൽ 5 തന്നെ. അപ്പം ഇതെന്താണ്, J <= 5. ഈ ഒരു കണ്ടീഷൻ ശരിയായതുകൊണ്ട് താഴെ വന്നിട്ട് സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. താഴെ വന്ന സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. വീണ്ടും J ഇൻക്രിമെൻ്റായി. J ഇപ്പോൾ എന്താവും, 2 ആവും അല്ലേ. J 2 ആവും. കണ്ടീഷൻ ഇവിടെ എന്താണ്,
J2 2 ലെസ് ദാൻ ഈക്വൽ ടു എന്താണ് 5. I എന്ന് പറയുന്നത് 0 തന്നെയാണ് അല്ലേ. അപ്പോൾ 5 ആണ്. ഈ കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ വീണ്ടും ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. പിന്നെ J ഇൻക്രിമെൻ്റ് ആയി 3 ആയി. 3 ലെസ് ദാൻ ഈക്വൽ ടു 5. ഈ കണ്ടീഷൻ ശരിയാണ്. അതുകൊണ്ട് അടുത്ത സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. പിന്നെ 4 ലെസ് ദാൻ ഈക്വൽ ടു 5. ഇതെന്താണ്, ഈ കണ്ടീഷനും ശരിയാണ്. അടുത്ത സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 5 ലെസ് ദാൻ ഈക്വൽ ടു 5. ഈ കണ്ടീഷൻ ഓക്കെയാണ്. ലാസ്റ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. അടുത്തത് J ഇൻക്രിമെൻ്റ് ആയിട്ട് 6 ലെസ് ദാൻ ഈക്വൽ ടു 5. ഇത് വരുമ്പോൾ ഈ കണ്ടീഷൻ ശരിയല്ല. താഴെ വന്നിട്ട് പ്രിൻ്റ് ലൈൻ പ്രിൻ്റ് ചെയ്യും. I ഇൻക്രിമെൻ്റ് ചെയ്യും. I ഇപ്പോൾ എത്രയായി, 1 ആയില്ലേ. അപ്പം എന്താണ്, 1 ലെസ് ദാൻ ഈക്വൽ ടു 5. കണ്ടീഷൻ ശരിയാണ്. താഴെ വന്ന് J1 ആവും. 1 J1 ആവുമ്പം എന്താണ്, ഇപ്പം 5 മൈനസ് 1 അല്ലേ, 5 മൈനസ് 1. അപ്പോൾ എന്താണ്, 4 ആണ്. അപ്പം J ലെസ് ദാൻ ഈക്വൽ ടു 4 ആണ് വരേണ്ടത്. അപ്പോൾ എന്താണ്, 1 ലെസ് ദാൻ ഈക്വൽ ടു 4 ആണോ നോക്കും. കണ്ടീഷൻ ശരിയാണ്. ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. വീണ്ടും J ഇൻക്രിമെൻ്റ് ചെയ്യും. 2 ആയി. അപ്പം 2 ലെസ് ദാൻ ഈക്വൽ ടു 4. കണ്ടീഷൻ ശരിയാണ്. അടുത്ത സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. വീണ്ടും J ഇൻക്രിമെൻ്റ് ആയി. 3 ലെസ് ദാൻ ഈക്വൽ ടു 4. കണ്ടീഷൻ ശരിയാണ്. സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. വീണ്ടും J ഇൻക്രിമെൻ്റ് ചെയ്തു. 4 ലെസ് ദാൻ ഈക്വൽ ടു 4. കണ്ടീഷൻ ശരിയാണ്. അടുത്ത സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. വീണ്ടും J ഇൻക്രിമെൻ്റ് ചെയ്തു. J ഇപ്പോൾ എത്രയാണ്, 5 ലെസ് ദാൻ ഈക്വൽ ടു 4. ശരിയാണോ, അല്ല അല്ലേ. അപ്പം ഈ കണ്ടീഷൻ ഇതായതുകൊണ്ട് താഴെ വന്ന് പ്രിൻ്റ് ലൈൻ പ്രിൻ്റ് ചെയ്യും. വീണ്ടും I ഇൻക്രിമെൻ്റ് ആവും. ഇപ്പം I എത്രയാണ്, I 2 ആണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. അപ്പോൾ എന്താണ്, 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്. ശരിയാണ്. താഴെ വന്ന് വീണ്ടും J എന്താവും, J ഈക്വൽ ടു 1 ആവും. ഇവിടെ ഇക്വേഷൻ എന്താവും, 5 മൈനസ് എന്താണ് 2 3. 5 മൈനസ് 2 3. അപ്പോൾ J1 ആവുമ്പം ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, സ്ഥലമില്ല. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 3. കണ്ടീഷൻ ശരിയാണ്. ഒരു സ്റ്റാർ ഇവിടെ പ്രിൻ്റ് ചെയ്തു. വീണ്ടും J ഇൻക്രിമെൻ്റ് ആയി. 2 ലെസ് ദാൻ ഈക്വൽ ടു 3. ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ഇൻക്രിമെൻ്റ് ചെയ്തു. 3 ഇൻക്രിമെൻ്റ് ചെയ്തു. അടുത്തത് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പം എന്താണ്, കണ്ടീഷൻ ഇവിടെ ശരിയാവുന്നില്ല. താഴെ വന്ന് പ്രിൻ്റ് ലൈൻ ഇൻക്രിമെൻ്റ് ചെയ്തു. ഇൻക്രിമെൻ്റ് ആകുമ്പോൾ 3 ലെസ് ദാൻ ഈക്വൽ ടു 5. ഇവിടെ കണ്ടീഷൻ എന്താ, 5 മൈനസ് 3. അപ്പോൾ എന്താണ്, 2. അപ്പോൾ അടുത്തത് J വീണ്ടും 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു എത്രയാണ്, 2 അല്ലേ. 2 കണ്ടീഷൻ ശരിയാണ്. ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ഇൻക്രിമെൻ്റ് ചെയ്തു. ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. കണ്ടീഷൻ ശരിയാണ്. ഇൻക്രിമെൻ്റ് ചെയ്തു. ശരിയല്ല അല്ലേ, ശരിയല്ല. അതുകൊണ്ട് അത് പ്രിൻ്റ് ചെയ്യില്ല. വീണ്ടും I ഇൻക്രിമെൻ്റ് ചെയ്തു. I ഇപ്പോൾ എത്രയാണ്, 4 ലെസ് ദാൻ ഈക്വൽ ടു 5. 4 ലെസ് ദാൻ ഈക്വൽ ടു 5. ഈ ഒരു കണ്ടീഷൻ ശരിയാണ്. J1 ആവും. ആദ്യത്തെ പോലെ J1 ആയി. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ 5 മൈനസ് 4 അല്ലേ. 5 മൈനസ് 4 ഈക്വൽ ടു 1. അപ്പം 1. അപ്പോൾ ഇവിടെ 1 ലെസ് ദാൻ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. വീണ്ടും J ഇൻക്രിമെൻ്റ് ചെയ്യും. J ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ 2 ലെസ് ദാൻ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ ശരിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്റ്റാർ ഒന്നും പ്രിൻ്റ് ചെയ്യില്ല. വീണ്ടും എന്താണ്,
പ്രിൻ്റ് ചെയ്യില്ല. വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ആവും. ഐ ഇൻക്രിമെൻ്റ് ആകുമ്പോൾ 5 ലെസ് ദാൻ ഈക്വൽ ടു 5 ആവും. 5 ലെസ് ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുന്ന കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് നോക്കുമ്പം എന്താണ് J1 ലെസ് ദാൻ ഈക്വൽ ടു എന്താണ് 5 മൈനസ് 5 മൈനസ് 5 എന്ന് പറയുമ്പോൾ 0 വരും. അപ്പം ഈ കണ്ടീഷൻ ഇവിടെ ശരിയാവുമോ? 1 ലെസ് ദാൻ ഈക്വൽ ടു 0 എന്നീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നിൽക്കും. ഇതാണ് ഈ ഒരു പ്രോഗ്രാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കുക, ചെയ്ത് തന്നെ നോക്കുക. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണാം, അപ്പം മനസ്സിലാവും. 2-3 പ്രാവശ്യം വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഈ ഒരു ഇക്വേഷനാണ് ഇവിടുത്തെ, ഈ ഒരു ഇക്വേഷനിലാണ് ഈ ഒരു പ്രോഗ്രാം ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക പാറ്റേണോ ആരെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പം നിങ്ങളതിന് എന്താ പറയുക, കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോകും. ആദ്യമൊന്നും ഞാൻ പറയില്ലായിരുന്നു, അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.